ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റിവൂസ് കിച്ചൻ. ഇനി നമുക്കൊരു അടിപൊളി ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ വായോ നമുക്ക് എൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 4 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഒരു വലിയ കഷ്ണം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ 2 തക്കാളി ചേർത്തോളൂ കേട്ടോ. അപ്പോൾ 2 തക്കാളിയും 3-4 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് 4 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് നോക്കാം. അപ്പോൾ ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങളുടെ എരിവ് അനുസരിച്ച് മാറ്റം വരാം കേട്ടോ. ഇവിടെ കുട്ടികളോട് ഉള്ളതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂണ് വീട്ടിൽ ഉണ്ടാക്കിയ ഗരം മസാലയാണ്, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ഞണ്ടും കൂടി ഇട്ടു. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കോളൂ. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മസാലകളൊക്കെ ഒന്ന് ചേരട്ടെ. എന്നാലേ വെന്ത് വരുമ്പോഴേക്ക് ഞണ്ടിൻ്റെ ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് പുരണ്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനൊരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. മീഡിയം ടു ലോ ഫ്ലെയിമാണ് വെക്കേണ്ടത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാലായിട്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കി നമ്മുടെ ഞണ്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ഒരു ഓറഞ്ച് നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തുറന്ന് തന്നെ വെച്ച് ഒരു 10 മിനിറ്റും കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ഞണ്ട് നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മസാലകളൊക്കെ ഉള്ളിലേക്കൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഞണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് ഉപ്പായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തില്ല. അപ്പോൾ നമ്മുടെ ഞണ്ട് റോസ്റ്റ് നല്ല അടിപൊളി പാകത്തിന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.